ഈ സംഗമത്തിനും എൻ്റെ സ്നേഹ നമസ്കാരം. ഞാൻ അധികം സംസാരിക്കാൻ സത്യത്തിൽ ഈ വേദിയിൽ നിന്ന് വിക്ഷേപിച്ച എനിക്ക് നേരെയുള്ള സ്നേഹ അമ്പുകൾ സത്യത്തിൽ എനിക്കൊരു ഭയങ്കര മെന്റൽ ബ്ലോക്കാണ് ഇപ്പം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് സംസാരിക്കേണ്ടത്? ഇത് ശരിക്കും ഒരു ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട വേദിയാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ ഭയങ്കര ബ്ലോക്കാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഇത് ഫ്രണ്ട്സ് ഓഫ് സുരേഷ് ഗോപി, SG കോഫി ടൈംസ്, SG ഫോർ പാർലമെന്റ് തുടങ്ങിയ എൻ്റെ യഥാർത്ഥ സത്യവും സ്വത്വവും മനസ്സിലാക്കിയ സ്നേഹസമ്പന്നരുടെ ഒരു പരിച്ഛേദമാണ് ഇവിടെ എത്തിപ്പറ്റാൻ കഴിഞ്ഞത്. അവരെയാണ് അഭിസംബോധന ചെയ്ത് ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ട് ചോദിക്കാൻ എനിക്ക് വലിയ മടി. ഒരു ഇലക്ഷൻ പ്രചരണ യോഗമാക്കി മാറ്റാൻ അതിലും വലിയ മടി. ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉദ്യമം, അതിന് സത്യത്തിൽ ഈ വർഷം മാർച്ച് 5-ാം തീയതി ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കണ്ട ദിവസമാണ്. ഇപ്പൊ ഏതാണ്ട് 10 വർഷം തികഞ്ഞിരിക്കുന്നു. അന്ന് ഉദ്ദേശങ്ങളിലില്ലാത്ത ഒരു ഉദ്യമം എൻ്റെ തലയ്ക്ക് മേലെ വന്ന് വീഴുകയായിരുന്നു. അത് 2014 ഓഗസ്റ്റ് മാസം 2-ാം തീയതി വലിയ അത്യാഹിതം എൻ്റെ സിനിമാ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ, ആ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ നടീനടന്മാരും, അവരെല്ലാം അത് ബാധിച്ചിട്ടുണ്ട്. അവരൊന്നും എൻ്റെ രാഷ്ട്രീയത്തിന്റെ ഝണ്ഡാവാഹകരായിരുന്നില്ല. അതിന്റെ സംവിധായകനാണ് അതിന്റെ ഏറ്റവും വലിയ കേടും സംഭവിച്ചത്. ലോകത്തിന്റെ തന്നെ കലാരംഗത്തെ, സിനിമാ രംഗത്തെ ലോകം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയുടെ ദുരന്തം കുറിക്കുന്നതിന് എന്റെ അവകാശങ്ങളിൽപ്പെട്ട സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മജി കാണാതെ എന്നെ കണ്ട, നേരിട്ട് പറയാതെ ഞാൻ കേട്ട എന്റെ സ്വതന്ത്ര വിചാരം, എന്റെ സ്വതന്ത്ര വിഹാരം എന്റെ മണ്ണിൽ അത് ചോദ്യം ചെയ്യപ്പെട്ട ഒരു മുഹൂർത്തത്തിൽ എനിക്കൊരു തീരുമാനമെടുക്കേണ്ടി വന്നതാണ് സത്യത്തിൽ എന്റെ പൊളിറ്റിക്കൽ മിഷന്റെ ആരംഭം. അത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. അന്ന് രാത്രിയാണ് സത്യത്തിൽ ഇലക്ഷനിൽ ജയിച്ച് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച് ഞാൻ അവിടെ എത്തി. അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ എമിസറീസിനെ വിട്ട് എന്താണ് അടുത്ത നീക്കം എന്നുള്ളത് ചോദിച്ചപ്പോഴൊക്കെ ഐ വിൽ ബി ഫാർ അവേ ഫ്രം പൊളിറ്റിക്സ്, ഐ ഹാവ് നോ പൊളിറ്റിക്കൽ ഇന്റന്റ് എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് അന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നത്. പക്ഷേ ഈ അത്യാഹിതം എന്ന് പറയുന്നത് ഒരു ദുരന്തം വിതയ്ക്കലായിട്ട് എന്റെ പടിവാതിക്കലെത്തിയപ്പോൾ എനിക്ക് അന്ന് തീരുമാനിക്കേണ്ടി വന്നു. അന്ന് CPM-ന്റെയും CPI-യുടെയും ഒക്കെ ഒരുപാട് പ്രവർത്തകർ വീട്ടിൽ വന്നിരുന്നു. ഒപ്പം BJP-യുടെ പ്രവർത്തകരും വന്നിരുന്നു. ഞാൻ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് രാത്രി 11:45 അദ്ദേഹത്തിന്റെ കോൾ വന്നപ്പോൾ യെസ്, ഐ എം ഡിസൈഡഡ്, ഐ എം ജോയിനിങ് യുവർ ഫ്രീ. ഈ ഓഗസ്റ്റ് 2, 2014 എന്ന് പറയുന്ന എന്റെ ജീവിതത്തില് ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു മിഷനിലേക്ക് കടക്കുന്നതിന്റെ വാർഷികം കൂടി കുറിക്കുന്ന ദിനമാണ്. അത് ഈ വർഷം ഓഗസ്റ്റ് 2-ാം തീയതി 10 വർഷം തികയും. അത് എന്റെ പ്രാർത്ഥന. ഞാൻ ആത്മാർത്ഥമായിട്ട്, സത്യസന്ധമായിട്ട്, ഒരു പൊള്ളയുമില്ലാതെ, ഒരു ചതിക്കുഴിയും എന്റെ പ്ലാനിലില്ല, ഒരു
വെറുപ്പിന്റെ രാഷ്ട്രീയവും എന്റെ പ്ലാനിലല്ല. ഞാൻ ചെന്ന് പെട്ടിരിക്കുന്ന ഒരു സംഘത്തിലും ആ വെറുപ്പിന്റെ പ്ലാൻ ഇല്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ പുറം പ്രദേശങ്ങളിൽ ഒരുപക്ഷെ ഈ നാടിന് വിറ്റ് തിന്ന് തൊലപ്പിക്കണം എന്നാഗ്രഹിച്ച് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടും നിങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളായിട്ടും വന്ന വിഘടനവാദികൾ, അവരിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഉത്തമ ഇന്ത്യൻ പൗരന്റെ ബോധ്യം വേണ്ടത്. അതിനുള്ള ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു നിഷ്ക്രിയ വിഘടന രാഷ്ട്രീയ പാരമ്പര്യം തൊലയ്ക്കപ്പെടണം എന്ന് പറയുന്ന വൈരാഗ്യ ബുദ്ധിയോടെയുള്ള ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ്. അതിന് മതിയായ കാരണങ്ങളും എനിക്കുണ്ടായിരുന്നു. ഞാൻ എല്ലാം മൺമറഞ്ഞു പോയ ആൾക്കാരായതുകൊണ്ട് ആരുടെയും പേരെടുത്ത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അവരുടെയൊക്കെ രാഷ്ട്രീയ ആവശ്യം മാത്രമായിരുന്നു അത്. അവരുടെയൊക്കെ ഈ നാടിനെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തെ ശക്തമായി നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം എന്നെ ഹനിച്ചതാണ്. അതിന് ഞാൻ തിരിച്ചടി നൽകി തുടങ്ങി. അതിനെയും ശക്തമായി ആ തിരിച്ചടി നൽകിക്കൊണ്ടേയിരിക്കും. അത് പക്ഷേ ആ തിരിച്ചടി ജനങ്ങൾക്കുള്ള തലോടലാവും എന്നുകൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ആ തിരിച്ചടിക്ക് ഞാൻ ഒരുങ്ങുകയുള്ളൂ. ഞാൻ എന്റെ ഹൃദയം തുറന്നുവെന്ന് മാത്രം. ആ കൂട്ടത്തിലെ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഇവിടെ എന്റെ പിന്നിൽ തന്നെ ഇരിപ്പുണ്ട്, മാധവ് രാംദാസ്. അദ്ദേഹത്തിന്റെ ഒരു വലിയ കൃതിയാണ്, ഒരു വെള്ളിത്തിരയിലെ ഒരു ഉത്തമമായ ഒരു ചലച്ചിത്ര കാവ്യമാണ് ഇല്ലാതാക്കി കളഞ്ഞത്. ആ വേദന എനിക്ക് ഒരു കാലത്തും പോയില്ല. അപ്പോ വളരെ സത്യസന്ധമായിട്ട് ഒരു ഡെവലിഷ് പ്ലാൻസും ഇല്ലാതെ ഈ സേവന രംഗത്ത് ഞാൻ കടന്നു വന്നതിന് ശേഷം എനിക്ക് നേരെ വരുന്ന ഇപ്പോഴും ഒരു ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ടില്ലാത്ത ആക്രമണങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, മറ്റുള്ളവർ പറയുന്ന ഞാനല്ല ഈ ഞാൻ. ഞാൻ എൻ്റെ നല്ല അച്ഛന്റെയും അമ്മയുടെയും മകനാണ്. ഞാൻ എൻ്റെ വളരെ നല്ല ഭാര്യയുടെ കാമുകനാണ്, ഭർത്താവാണ്. അവളെനിക്ക് തന്ന മക്കളുടെ സത്യസന്ധനായ അച്ഛനുമാണ്. ഞാൻ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെല്ലാം എനിക്ക് എന്റെ മക്കളായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ എന്റെ മതപരമായ വിചാരങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇത്രേ കരുതിയിട്ടുള്ളൂ. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും എത്രയും അധികം മനോഹരമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നുവോ ആ സ്നേഹം ഞാൻ പ്രകടമാക്കണം, അത് വിളംബരമാക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് വിളംബരമാകുമ്പോഴേ മറ്റുള്ള അച്ഛനമ്മമാർക്ക് അതുപോലെയുള്ള പരിലാളനം എന്നെ മോഡലായി വെച്ചിട്ടുള്ള മക്കൾ അവരെ ആതുരാലയങ്ങളിൽ കൊണ്ടുചെന്ന് അവരുടെ മോശപ്പെട്ട പ്രായത്തിലും പരുവത്തിലും കൊണ്ടുചെന്ന് തള്ളാതിരിക്കും എന്ന് പറയുന്ന വിചാരം. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും എത്രമാത്രം അഗാധമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നു എങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ള ഓരോ മനുഷ്യന്റെയും അച്ഛനെയും അമ്മയും അതേ സ്നേഹവായ്പോട് പരിലാളിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ ആ അച്ഛന്റെ അമ്മയുടെയും സ്ഥാനത്ത് നിങ്ങൾക്ക് എന്റെ മതവും പിന്നെ എന്റെ മതത്തെ ഞാൻ അമിതമായി സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ മറ്റെല്ലാ മതങ്ങളോടുമുള്ള എന്റെ അതേ ആഴത്തിലുള്ള അതേ സോൾഫുൾ ലവ് ഫോർ എനി റിലിജൻ എന്ന് പറയുന്നത് ഒരാൾക്കും ചോദ്യം ചെയ്യാനുള്ള അധികാരം ഞാൻ വിട്ടുകൊടുക്കില്ല. അത് ചോദ്യം ചെയ്യുന്നവർ, ബാക്കി ഞാൻ പറയുന്നില്ല, അവരതിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് നിങ്ങൾ കാണും. 77 മുതൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം തൊട്ട് കൊല്ലത്ത് വളരെ പേരുകേട്ട അബ്ദുൽ ഖാദർ അൻ സൻസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം കുടുംബം, അതിൽ സുലൈമാൻ മാമൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയുള്ള സുലൈമാൻ മാമന്റെ മക്കള് എന്നെക്കാൾ മൂത്തതാണെങ്കിലും അവരെന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അതിലെ മൂത്ത മകൻ നജുമുദ്ദീൻ എന്റെ ഗോഡ് ഫാദറുമാണ്. എന്റെ സിനിമയിലേക്കുള്ള വരവിനെ അച്ഛൻ തടുത്ത് എന്നെ എന്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന രാത്രിയിൽ
സിനിമയ്ക്കേ ഞാൻ പോകൂ എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ എന്നിട്ട് ചവിട്ടിക്കൂട്ടിയ രാത്രിയിൽ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങി കൊണ്ടുപോകുന്നത് ഈ നജമുദ്ദീനാണ്. 76 മുതൽ അവരുമായിട്ടുള്ള വളരെ അടുത്ത അസോസിയേഷനുണ്ട്. കാരണം ഞാൻ കോളേജിലായി ഫസ്റ്റ് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു അധിക സ്വാതന്ത്ര്യം കിട്ടി. SFIയുടെ ഒരു മെമ്പറുമായിരുന്നു. അപ്പൊ ആ ഒരു ധൈര്യവും കാര്യങ്ങളും എന്റേതായ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഞാൻ തേടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെന്ന് പെട്ടതും എന്റെ അച്ഛന്റെ സുഹൃത്തിന്റെ മക്കളുടെ വലയത്തിലാണ്. അപ്പൊ ഏതാണ്ട് 77-78 കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ബിസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം. ഒരു സലാം പറഞ്ഞാൽ തിരിച്ച് അലൈക്കും സലാം അല്ലെങ്കിൽ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ. അതിന് ഫുൾ ടെക്സ്റ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അപ്പോ പടച്ചോൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ്. അതെന്റെ അച്ഛനെയും ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട്, എന്റെ മക്കൾ എന്നെയും കണ്ടുപഠിച്ചിരിക്കുന്നു. എല്ലാവരും കഴിക്കുന്ന പാത്രം വിരൽ വെച്ച് വടിച്ച് വിരലുകൾ മുഴുവൻ ഈമ്പി വൃത്തിയാക്കി, അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ്. അതൊക്കെ വളരെ മ്ലേച്ഛകരമായ രീതിയിൽ പ്രതിരോധിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല, പ്രതികരിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെയുമോ? അതെന്ത് രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. മാതാവിന് കൊടുത്ത കിരീടം എന്റെ ത്രാണിക്കനുസരിച്ചാണ് ഞാൻ ചെയ്തത്. നമ്മൾ നേർച്ച നേരുന്ന അങ്ങനെയാണല്ലേ. താമര മൊട്ട് വെച്ച് തുലാഭാരം നടത്തുന്നവരുണ്ട്. തങ്കം വെച്ച് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊടിമരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ക്ഷേത്രത്തിലെ വലിപ്പം കൂടിയ ഉപകരണങ്ങളൊക്കെ സ്വർണത്തിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെയാണ് കിരീടവും നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനൊരു സോഷ്യൽ ഓഡിറ്റിന് എവിടെയാണ് പോസിബിലിറ്റി ഉള്ളത്? ഞാൻ ഗവൺമെന്റ് എക്സ്ചക്കറിൽ നിന്നുള്ള പണമെടുത്തല്ല അത് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്റെ MP ഫണ്ടിൽ നിന്ന് എടുത്തല്ല അത് ചെയ്തിരിക്കുന്നത്. ഞാൻ ജനങ്ങളുടെ അടുത്ത് നിന്ന് ഒരു നയാ പൈസ പിരിവ് നേടിയല്ല ഞാനത് ചെയ്തിരിക്കുന്നത്. വളരെ വിചിത്രമാണ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അവർ മിസ്കൂട്ട് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ പള്ളിയിൽ പോയപ്പോ അവിടെ ഒരു കിരീടം കണ്ടു. അച്ഛൻ ഇതിനേക്കാൾ മെനയായിട്ട് ഞാൻ ഒരെണ്ണം ചെയ്തു തരട്ടെ, അതിങ്ങനെ ആയിരിക്കും ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് നല്ല വടിവത്ത ഭാഷയിൽ കൃത്യമായി, അതെന്റെ സ്വഭാവം തന്നെയാണ്, ഞാൻ അങ്ങനെ പറയും. 2-3 പ്രാവശ്യം പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചതും അദ്ദേഹം അവിടെ വെച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങളോട് അനുവാദം വാങ്ങി എനിക്ക് തന്നു. എങ്കിലും അളവെടുക്കാൻ ആശാരി ചെന്നപ്പോ അനുവദിച്ചില്ല. അപ്പോൾ അച്ഛനാണ് ഇടപെട്ട് അളവെടുപ്പിച്ച് കൃത്യമായി എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതിനേക്കാൾ മെനയായിട്ട് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്റെ നേർച്ചയായിരുന്നു. അതിനെ എങ്ങനെയൊക്കെയാണ് അവഹേളിച്ചത്? രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ലേ? രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ? അതും എന്റെ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ? ആ രാഷ്ട്രീയം തന്നല്ലേ ഇന്ന് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് 2004 മുതൽ 10 വരെ നടന്ന എല്ലാ തെറ്റുകളും തിരുത്തിക്കൊണ്ട് ഇനി ഒരു തെറ്റ് പോലും ചെയ്യാനുള്ള ഒരു ലൂസ് ഹോളോ ഒരു ലൂപ്പ് ഹോളോ അല്ലെങ്കിൽ ഒരു ലൂസ് സ്പേസോ വിടാതെ ഒരു ഭരണ നൈപുണ്യം ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ തിലകച്ചാർ തണിയിക്കുമാറ് ഉയർത്തിപ്പിടിച്ചു നിർത്തുന്നത്. ആ രാഷ്ട്രീയത്തെയല്ല ഞാൻ പിന്തുണയ്ക്കുന്നത്. പിന്നെന്തിനാ രാഷ്ട്രീയം വിമർശിക്കപ്പെടണം? അത് ജനപക്ഷ രാഷ്ട്രീയമല്ലേ? എനിക്കറിയില്ല എന്താണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരാളുടെ സ്കാനിങ് വളരെ പേഴ്സണലൈസ് ചെയ്ത് ഒരാളുടെ ഫിസിക്കൽ സ്കാനിങ് നടത്തുമോ? അതിനാണോ ഒരു ഇലക്ഷൻ? അതിനാണോ ഇന്ത്യൻ
ജനാധിപത്യം ഒരു വേദി ഒരുക്കുന്നത്? ഞാൻ കണ്ടെത്തിയ ഉത്തരം ഒന്നേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്ന് മാർച്ച് 4-ാം തീയതി പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ വിളംബരം നടത്തിയത്. എനിക്കൊരു ആരോപണങ്ങളും ഉന്നയിക്കാനില്ല. ഞാൻ ഡെവലപ്മെന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രചരണ യോഗങ്ങളിലായിരിക്കും പങ്കെടുക്കുന്നതെന്ന് ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്ത് ഡെവലപ്മെന്റ് പ്രപ്പോസലാണ് എതിർ കക്ഷികൾ നിങ്ങളുടെ മുന്നിൽ വാഗ്ദാനമായിട്ടല്ല, അവരുടെ സ്വപ്നമായിട്ടെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ? സമാധാനം നിലനിർത്തുമെന്നാ പറഞ്ഞ. എവിടെയാണ് സമാധാനം ഇല്ലാത്തത്? ഞാൻ ആ 56 നെഞ്ചുവിരിവിന്റെ ഊറ്റം എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളാണ് ഇവിടെ അസമാധാനം സൃഷ്ടിക്കുന്നത്. സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ, അഭിമന്യുവിന്റെ കാര്യത്തിൽ, വാളയാർ പെൺകുട്ടികളുടെ കാര്യത്തിൽ, ജോത്സ്ന സിബിയുടെ കാര്യത്തിൽ എത്ര 100 കണക്കിന് നാരികളുടെ കേസുകളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ FIR പോലും, കേസ് പോലും റെക്കോർഡ് ചെയ്യാതെ. എന്ത് അധമ രാഷ്ട്രീയമാണത്? 33% വേണ്ടി പോരാടുകയാണ് വമ്പന്മാർ. ആ സ്ത്രീ നിങ്ങളുടെ കരുതലിൽ എവിടെയാണുള്ളത്? ഇവിടെ ശ്രീ മേജർ രവി സൂചിപ്പിച്ചു, വ്യക്തമായ തെളിവുകളോടെ ഒരാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് കാരണം തേടി ഹൈക്കോടതി. വൈ ഹാവ് യു നോട്ട് അറസ്റ്റഡ് ദിസ് മാൻ? അടുത്ത നിമിഷം അവർ അറസ്റ്റ് ചെയ്യും. അതിന് നിങ്ങളുടെ മുമ്പിൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ചിന്തകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു എലമെന്റായിട്ട് എല്ലാ കക്ഷികളും എതിർ കക്ഷികളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, അവരെല്ലാം ഈ നാട് കട്ടുമുടിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് വന്നിരിക്കുന്നവർ മാത്രം. അവരുടെ ഉദ്ദേശം വ്യക്തമായി കഴിഞ്ഞു. എനിക്ക് നിങ്ങളോട് ഇത്രയും അഭ്യർത്ഥിക്കാനുണ്ട്. എന്തൊക്കെ ഉപരിതലമായ വിഷയങ്ങൾ കൊണ്ടുവന്നാലും നമുക്കിതെല്ലാം കൗണ്ടർ ചെയ്യാനായിട്ടുള്ള ഓരോ മെറ്റീരിയൽസ് നമ്മുടെ അടുത്തുണ്ട്. അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. 7.5% പലിശയ്ക്ക് പാവങ്ങൾക്ക് പണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം തൊലപ്പിച്ചത് ആരാണ് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. ആ ആളെ തോൽപ്പിച്ചിരിക്കണം. ചെയ്യുമോ? 32% വരെ വസൂലാക്കുന്ന ചില സംവിധാനങ്ങൾക്ക് ഒരു ഡീല് സെറ്റ് ചെയ്ത് നടപ്പിലാക്കി കൊടുത്ത തസ്കറിനെ നിങ്ങൾ തോൽപ്പിക്കുമോ? നൂറുകണക്കിന് സഹകരണ പ്രസ്ഥാനങ്ങളിലാണ് അധമ വാഴ്ച നടന്നിട്ടുള്ളത്. അദാനിയുടെയും അംബാനിയുടെയും സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പണമൊന്നുമല്ല, പാവങ്ങളുടെയാണ്. ചോര നീരാക്കിയതല്ല, ചോരയായിട്ട് സമാഹരിച്ചു വെച്ചിരിക്കുന്ന പണമാണ്. കൊച്ചുമക്കളുടെ വിവാഹത്തിന് വരെ കൊടുക്കാൻ സ്വപ്നം കാണുന്ന ഒരു വിഭാഗം അധസ്ഥിതരുടെ പണമാണ്. ആ വർഗത്തെ നിങ്ങൾ ഉന്മൂലനം ചെയ്യുമോ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന്? അതാണ് നിങ്ങൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാഠമായിട്ട് അവരെ പഠിപ്പിക്കേണ്ടത്. അത് ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ശക്തമായ പ്രതിപക്ഷം എന്ന് പറയുന്ന എല്ലാവരുടെയും അവകാശ സ്ഥാപനങ്ങൾ ഇത് ഞങ്ങളുടെ തന്തയുടെ വകയാണെന്ന് പറഞ്ഞ് കയറുന്ന ഒരു പ്രതിപക്ഷം ഇവിടെയുണ്ട്. അവരെ നിങ്ങൾ വാഴിക്കുമോ? അവരെ നിങ്ങൾ എന്തിനു വാഴിക്കണം? എന്തായാലും ഈ 2 കാറ്റഗറിയിലും എന്റെ രാഷ്ട്രീയ കക്ഷിക്ക് കേരളത്തിൽ ഉൾപ്പെടാൻ ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു തന്ന ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിന് തിരുത്തെഴുത്തുണ്ടാവണം ഈ തെരഞ്ഞെടുപ്പിൽ. ഞങ്ങളെയും കൂടെ അതിന്റെ ഭാഗമാക്കണം. ഞങ്ങൾ അവർക്കുള്ള തിരുത്തൽ ശക്തിയായി മാറും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഉറപ്പുള്ള വാഗ്ദാനമാണ്. ഇത്രയും കാലത്തെ കേരളത്തിന്റെ ഭരണ ചരിത്രത്തില് വീഴ്ചല്ല, കേടുപാടുകൾ, അത് അവരുടെ കേടുപാടുകളാക്കും. ജനപക്ഷത്തായിരിക്കും എന്ന് മാത്രമേ ഞാൻ ഉറപ്പു തരുന്നുള്ളൂ.
ഹൃദയപക്ഷത്തായിരിക്കും, ജനപക്ഷത്ത് തന്നെയായിരിക്കും. അവസരം തരണം. അവസരം തന്ന് പരീക്ഷിച്ച് പിന്നെ പുലഭ്യം പറഞ്ഞു, പിന്നെ അവഹേളിച്ചോളൂ. പക്ഷെ തെളിയിക്കാനുള്ള അവസരമാണ് നിങ്ങൾ തരുന്നതെങ്കിൽ പിന്നെ അങ്ങോട്ട് ഒരു 5 വർഷവും ഞാൻ നിങ്ങളെയും വിടില്ല, നിങ്ങൾ എന്നെയും വിടില്ല, എന്റെ പ്രസ്ഥാനത്തെയും വിടില്ല. അതാണ് ബൃഹത്തായ ഉദാഹരണം. ഇതിനപ്പുറം ഞാൻ എന്തെങ്കിലും പറയണം? ഞാൻ ഇപ്പോഴും വോട്ട് ചോദിച്ചിട്ടില്ല. വോട്ട് തരാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ പരിചയക്കാരെയും, നിങ്ങളൊരു പാസർ ബൈ ആയിട്ട് പോകുന്ന ആളിന് സംശയം തോന്നിയാൽ ഇത്തവണ SGക്ക് വോട്ട് ചെയ്യണേ എന്ന് പോലും നിങ്ങളെ കൊണ്ട് ഞാൻ പറയിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ അത് താങ്ക് യു, ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട്. കാരണം ഞാനിതൊരു എപ്പൊളിറ്റിക്കൽ സംഗമമായിട്ടാണ് ഞാൻ കാണുന്നത്, രാഷ്ട്രീയം തീരെ ഇല്ലാത്ത. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഹൃദയത്തിനേറ്റ വേദന, എൻ്റെ കുടുംബത്തിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവർക്കെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു ഹൃദയവേദന ഞാനിവിടെ പങ്കുവച്ചതാണ്. ഇത്തവണ എൻ്റെ ഭാര്യയും മക്കളും ഇലക്ഷൻ പ്രചരണത്തിന് വരില്ല. എൻ്റെ സിനിമാ രംഗത്ത് ഞാൻ എല്ലാവരോടും, ശരത് കുമാർ സാറ് പോലും അദ്ദേഹത്തിന്റെ ഒരു പടം ഇറങ്ങാനുണ്ട്, വരരുത് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഒരു ധ്വനി മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായി മാറട്ടെ കേരളം. എന്റെ മകൻ ഗോകുലിന് മാനസികമായ വിഷമങ്ങൾ വരെ ഉണ്ടായി. 2019 ഇലക്ഷൻ പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പുള്ള ഗോകുൽ അല്ല ഇപ്പൊ എന്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാനസികമായി ഇപ്പോഴും അവൻ ഒരുപാട് വ്യഥ അനുഭവിക്കുന്നുണ്ട്. ഈ 2 ദിവസം മുമ്പ് നടന്ന കാര്യങ്ങളിലുമൊക്കെ. കാരണം ഞാൻ എങ്ങനെയാണ് ആ വ്യക്തികളെയൊക്കെ കുറിച്ച് സംസാരിക്കുന്നതും കരുതുന്നതെന്നും അവന് നന്നായിട്ടറിയാം. അവന്റെ ബോധ്യം അവനോട് പിന്നെയും പിന്നെയും പറഞ്ഞ് അവനെ വിലക്കുന്നു. യുവർ ഡാഡ് ഈസ് ഗെറ്റിംഗ് പെയ്ഡ് വിത്ത് എ ഡബിളിഷ് കോയിൻ. അത് അവൻ തന്നെ ഉപയോഗിച്ച വാക്കാണ്. You are not fit for this world. Come back home. എന്ന് പറയുന്ന മകനായി. മോദിയുടെ ഭ്രാന്തൻ ആരാധകനാണ്. അവൻ ഡേറ്റ മാത്രമാണ് നോക്കുന്നത്. നോട്ട് അറ്റ് ദ പൊളിറ്റിക്കൽ പാർട്ടി ഓർ പൊളിറ്റിക്സ്. നോ, എന്റെയും അതെ. ഹീസ് എ സോഷ്യലിസ്റ്റ് അറ്റ് ഹാർട്ട്. പക്ഷെ ആ സോഷ്യലിസ്റ്റിന്റെ ഹൃദയം വെച്ചുകൊണ്ട് അവൻ നരേന്ദ്രമോദിയിൽ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റിനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈചിത്ര്യമെന്ന് മറ്റുള്ളവർ പറഞ്ഞേക്കാം. പക്ഷെ അതാണ് ഈ രാജ്യത്തിന് ആവശ്യം. നല്ല മനുഷ്യൻ ആയതുകൊണ്ടും കാര്യമില്ല. നല്ല മനുഷ്യനാവുന്നത് നിങ്ങൾക്ക് മാത്രം നല്ലതാണ്. മറ്റുള്ളവരിലേക്ക് ആ നല്ലത് എത്ര ഘനത്തിലെത്തുന്നു അത് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ചെറിയ, എന്റെ പ്രസംഗം ഒരുപാട് നീണ്ടു പോകുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടോ? 2014 മാർച്ച് 5-ാം തീയതി ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ 27 മിനിറ്റാണ് ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചീഫ് മിനിസ്റ്ററുടെ ക്യാബിനിലിരുന്നിട്ടാണ്. എന്റെ കൂടെ അന്ന് കൊച്ചിയിലെ BJPയുടെ രാജഗോപാൽ, മുത്തു എന്ന് വിളിക്കുന്ന രാജഗോപാൽ, ഇരിഞ്ഞാലക്കുടക്കാരൻ ഡോക്ടർ ജയചന്ദ്രൻ, പിന്നെ കൈലാസ്നാഥൻ സാർ, അദ്ദേഹത്തിന്റെ PS, ഇവരൊക്കെ ഉണ്ട്. വേറെ 2-3 പേരുണ്ട്, വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവരിങ്ങനെ റാൻഡം ക്ലിക്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഷോർട്സും എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് 2014 മാർച്ച് 5-ാം തീയതി UPയിലെ പല ഗ്രാമങ്ങളിലെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു. 7 ദിവസം അനുഷ്ഠിക്കുന്ന സ്ത്രീകളുടെ വിഷമത, ആ 7 ദിവസത്തിന്റെ ആഘാതം കൂടിയ ആൾക്കാർക്കുള്ള അധിക വേദന, അത് തരണം ചെയ്ത് ആ 7 ദിവസം ഒന്ന് തരണം ചെയ്ത് വരുന്നതിന് അവരനുഭവിക്കേണ്ടി വരുന്ന യാതന. അവര് ട്യൂബ് ലൈറ്റുകളെല്ലാം പ്രാകുന്ന സമയമാണത്. രാത്രി 10 മണിക്ക് ശേഷം എല്ലാ ലൈറ്റും അണഞ്ഞതിന് ശേഷമാണ് അവരൊരു പാടത്തേക്ക് ഇറങ്ങി ചെന്നിരുന്ന് അവിടെയുള്ള ഒരു പ്രത്യേക ക്വാളിറ്റിയുള്ള ഒരു ചെളി കുഴച്ച് അതാണ് അവരുടെ പാഡായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഡേറ്റ, എത്ര 1000 സ്ത്രീകൾ
എന്ന് പറയുന്ന ഒരു ഡേറ്റ പ്രസന്റേഷൻ ഞാൻ വിഴിഞ്ഞം അടക്കമുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ സ്ട്രൈറ്റനിങ് ഓഫ് റെയിൽവേ ലൈൻസ് ഇൻ കേരള ആൻഡ് ഓൾസോ റീലൊക്കേഷൻ ഓഫ് സം റെയിൽവേ സ്റ്റേഷൻസ് ലൈക്ക് കൊല്ലം, തൃശൂർ, കൊച്ചിയിലെ 2 3 വെല്ലിംഗ്ടൺ അടക്കമുള്ള സ്റ്റേഷൻസ് എന്തുകൊണ്ട് സിറ്റി ആവാസ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ ദൂരേക്ക് പോകണം? ഇങ്ങനെയുള്ള ഒരു 17-point പ്രോഗ്രാമാണ് ഞാൻ അവിടെ എന്റെ ഒരു ഇൻഡിവിജ്വൽ സെൽഫ് ഇരുന്ന് എന്റെ പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കിയത് ഞാൻ അദ്ദേഹവുമായിട്ട് പങ്കുവച്ചത്. അതിൽ ഇത് ഒന്നായിരുന്നു. സത്യം പറഞ്ഞാൽ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന ചിന്താഗതി ജനിക്കുന്നത് അദ്ദേഹത്തിന് അവിടെ നിന്നാണ്. ഒരു സോഷ്യലിസ്റ്റ് ഹാർട്ടുള്ളതിനാണ്. ഇത് തള്ളാണെന്ന് ഈ തള്ള് സംസ്ഥാനത്തിന്, ഇവിടുത്തെ വിഘടനവാദികൾക്ക് പറയാനേ ഒക്കത്തില്ല. കാരണം ഇതിന് തെളിവുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടുവന്ന് ഉടനെ കേരള ശബ്ദത്തിലും നാനയില് എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിനകത്ത് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് തെളിവാണ്. അതില്ല എന്ന് ആർക്കും തള്ളി പറയാനൊക്കത്തില്ല. 2015 സ്വച്ഛ് ഭാരത് മിഷന്റെ പാർട്ടിക്കിൾസ് എല്ലാം ഓരോ സ്റ്റേറ്റിലും വരാൻ തുടങ്ങുന്ന സമയത്ത് എന്റെ ഇൻസ്റ്റലേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇവിടെ പോങ്ങൻചോട് എന്ന് പറയുന്ന ഭൂതത്താൻ കെട്ടിൽ നിന്ന് നമ്മുടെ ഇടമലയാർ സ്പില്ലിൻ കുറച്ച് ഉള്ളോട്ട് 2 മണിക്കൂർ അകത്തോട്ട് ആനക്കാട്ടിലൂടെ പോണം. 4 വീൽ ഡ്രൈവാണ്. ഇങ്ങനെ വകഞ്ഞ് മാറ്റി വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന ആനക്കൂട്ടം ഉണ്ടെങ്കിൽ ആനക്കൂട്ടം ഉണ്ടാവും, നേരിട്ടുണ്ട്. അത്രയും ദൂരത്തേക്ക് ഉമാപ്രേമൻ എന്ന് പറയുന്ന കുന്നംകുളംകാരി അവിടെ ചെന്ന് നിന്ന് ചെറിയ ട്രക്ക് ലോഡ്സ് ആയിട്ട് ബ്രിക്സും സിമെന്റും മണ്ണും എല്ലാം കൊണ്ടുപോയി 35 ടോയ്ലറ്റ് ചെയ്തതാണ് ആദ്യത്തെ, കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ആദ്യത്തെ സ്വച്ഛ് ഭാരത് ഇൻസ്റ്റലേഷൻ. അത് ഞാൻ സിനിമാ നടൻ മാത്രമാണ്. 13,80,000 രൂപയാണെന്ന് അതിന് കോസ്റ്റ് ആവുന്നത്. അത്ര ആവത്തില്ല. പക്ഷെ ഈ ദൂരം കൊണ്ടു ചെല്ലുന്നത് സത്യം പറഞ്ഞാൽ അവിടെ ഇട്ട് നിർമ്മിക്കുന്നതിന് തുല്യമായി കോസ്റ്റ്. എനിക്കത് അഭിമാനമാണ്. ഡീസലിന്റെയും പെട്രോളിന്റെയും ഒക്കെ വിലയെ സംബന്ധിച്ച് ഇപ്പൊ അത് വന്നു തുടങ്ങി. ഞാൻ 2 വർഷമായിട്ട് ഈ SG കോഫി ടൈംസ് പരിപാടിയിൽ വരെ പറഞ്ഞു. അത് പറഞ്ഞാൽ മനസ്സിലാവാത്ത താഴെത്തട്ട് ജനതയോടാണ് എനിക്കത് പറയേണ്ടി വന്നത്. 4 വരി പാത എങ്ങനെ ഉണ്ടാവുന്നു? ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നില്ല, രാജീവ് ഗാന്ധി കൊണ്ടുവന്നില്ല, നരസിംഹറാവു കൊണ്ടുവന്നില്ല, മൻമോഹൻ സിംഗ് കൊണ്ടുവന്നില്ല, വാജ്പേയി കൊണ്ടുവന്നില്ല. വാജ്പേയി ശ്രമിച്ചു, പക്ഷെ സമ്മതിച്ചില്ല. എക്സ്പ്രസ് ഹൈവേ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു വാജ്പേയിജിയുടെ. അത് കേരളം തൊടാൻ സമ്മതിച്ചില്ല. അതിന് മതിയായ കാരണങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പരക്കെ ശ്രീ പിണറായി വിജയനെ തള്ളി പറയുകയല്ല. അദ്ദേഹമാണ് അതിന് തടസ്സം നിന്നത്. പക്ഷെ മതിയായ കാരണം അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു. പക്ഷെ അത് മീറി ആ കാരണങ്ങൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് 4 വരി പാത വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ 50 ലിറ്റർ ഡീസലോ പെട്രോളോ ഉപയോഗിച്ച് എത്തേണ്ട ദൂരം ഇനി 10 ലിറ്റർ കൊണ്ട് എത്തുന്ന സൗകര്യത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ നിങ്ങളുടെ പണം അവിടെ റോഡിൽ കിടപ്പുണ്ട്. കേരളത്തിൽ മാത്രമാണ് 100 കോടി 1 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കുന്നതിന് ചെലവാക്കേണ്ടി വരുന്നത്. തമിഴ്നാട്ടിൽ അത് വെറും 40 ലക്ഷമാണ്. UP അത് വെറും 20 ലക്ഷമാണ്. സ്ഥലത്തിന്റെ ദൗർലഭ്യമല്ല. നമ്മുടെ നാട്ടുകാർ അത്രയും കാശ് വാങ്ങുന്നുണ്ട് സ്ഥലത്തിന്. ചോദിച്ച കാശ് കൊടുത്താണ് സ്ഥലം വാങ്ങുന്നത്. ഇല്ലെങ്കിൽ കേസും വഴക്കും വക്കാണവുമായിട്ട് ഈ പദ്ധതി 25-30 വർഷം കൊല്ലം ബൈപ്പാസ് കിടന്നതുപോലെയും ആലപ്പുഴ ബൈപ്പാസ് കിടന്നതുപോലെയും കിടക്കും. സഹോദരൻ അയ്യപ്പൻ റോഡ് തീർത്തെടുക്കാൻ അവസാനം നട്ടലുള്ള ഒരു ചീഫ് ജസ്റ്റിസ് വേണ്ടി വന്നു കേരള ഹൈക്കോടതിയിൽ. ഇനി കേസുകളും സ്റ്റേയും ബ്ലോക്കും ഒന്നുമില്ല. അതെല്ലാം റോഡ് പണി തീർന്നതിന് ശേഷം ആരും കോടതിയിലേക്ക് വരരുത്, വന്നാൽ ശിക്ഷാ നടപടി കേസ് കൊടുക്കാൻ വരുന്നവർക്ക് നേരെ എടുക്കുമെന്ന് പറഞ്ഞെടുത്ത് സഹോദരൻ അയ്യപ്പൻ റോഡ് തീർന്നു. വൈറ്റില ടു വളഞ്ഞമ്പലം വഴി ഉള്ള MG റോഡിലേക്കുള്ള ആക്സസ്. കൊല്ലം ബൈപ്പാസ് വരാൻ 7 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ 2004 മുതൽ 14 വരെ. KC വേണുഗോപാലും മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം ആലപ്പുഴയിൽ സാധിച്ചില്ല. ആലപ്പുഴ ബൈപ്പാസിന് ഏതാണ്ട് 43 വയസ്സായപ്പോഴാണ് നരേന്ദ്രമോദിയാണത് കേരളത്തിന്
കേരളത്തിന്റെ യാത്രാ സൗകര്യത്തിലേക്ക് സമ്മാനിച്ചത്. അതുപോലെ തന്നെയാണ് കൊല്ലത്ത് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? കൃഷ്ണകുമാർ സാർ ഉണ്ടായിരുന്നു, ഇല്ലേ? BK നായർ ഉണ്ടായിരുന്നു, A റഹീം ഉണ്ടായിരുന്നു. ഏതാണ്ട് 41-ാം വർഷമാണ് അത് യാഥാർത്ഥ്യമാവുന്നത്. ഞാൻ പറയുന്നത് പ്രാപ്തിയല്ലേ അളക്കേണ്ടത്. രാഷ്ട്രീയം ഓരോരുത്തരുടെയും ഇഷ്ടമാണ്, അവരുടെ അവകാശമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇതെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഘടനാരൂപത്തിൽ അനുവദനീയവുമാണ്. ഇത് ടെററിസവും അല്ല. ടെററിസം മാത്രം മുളപ്പിച്ച് കഴിച്ച് ദഹിപ്പിച്ച് ഈ നാടിനെ നശിപ്പിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. അവരെയുമെല്ലാം ചങ്ങലക്കിട്ടിട്ടുണ്ട്. ഇനിയും ചങ്ങലക്കിടാൻ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. അതെല്ലാം സംഭവിക്കും. എന്തിനു വേണ്ടി സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെയൊക്കെ സത്യസന്ധരായ മനസമാധാനം, അന്തരീക്ഷ സമാധാനം മാത്രം കാംക്ഷിക്കുന്ന യഥാർത്ഥ ഇന്ത്യൻ പൗരന്റെയും അവന്റെ വരും തലമുറകളുടെയും രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ആ കടുത്ത നടപടികളിലേക്ക് പോവുക. അതിന് ഈ ഭരണ സമ്പ്രദായത്തിന് ശക്തി പകരണം എന്ന് മാത്രം അഭ്യർത്ഥിക്കും. ഒപ്പം എനിക്ക് ഒരു ശക്തമായ അവസരം, എന്താണ്, അഭിമാനകരമായ ഒരു നേട്ടം എനിക്ക് തൃശ്ശൂരിൽ നിന്ന് തരണേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം. എന്തെങ്കിലും ഒരു 4-5 പേർക്ക് എടുക്കുന്ന സമയം അനുസരിച്ച് എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ, അത് ഒരു ഡെവലപ്മെന്റ് ആംഗിളിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റിന്റെ ആംഗിളിലോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ I would love to answer and also store it in my data. Thank you, Suresh sir. We'll have the mics handed over there. Team. Hello. Hi. സുരേഷ് സാർ മെഡിക്കലി അഡ്വൈസ്ഡ് ആണ് റെസ്റ്റ് എടുക്കാനായിട്ട്. പക്ഷെ എന്നിട്ട് ഇത്രയും നേരം ബാക്ക് പെയിൻ ഉണ്ടായിട്ടും ഹി വാസ് ഹിയർ സ്പീക്കിംഗ് ടു യു. സോ ഹലോ സുരേഷ് സർ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യത്തിന് ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഞാൻ അങ്ങിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പേര് മുംതാസ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാത്ത്. താങ്ക് യു സർ. കാരണം ഈ കഴിഞ്ഞ PM-ന്റെ മീറ്റിങ്ങിന് അദ്ദേഹത്തിന്റെ പ്രസംഗം നേരിട്ട് കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച ആ വേദിയിലെത്തിയ ആളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വികസന കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ മുത്തലാഖ് നിരോധനത്തിനെ കുറിച്ച് ഒരു വരി പറഞ്ഞിരുന്നു. പ്രശംസ അർഹിക്കേണ്ട, വളരെയധികം ആഘോഷിക്കപ്പെടേണ്ട ആ ഒരു സംഹിത ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റിനും സാധിക്കാത്ത ചരിത്ര വിജയം. അത് നൽകിയ അദ്ദേഹത്തിന്റെ പ്രസംഗം, അതാ ഒരു മൊമെന്റ് ഞാൻ അറിയാതെ തന്നെ കൈയടിച്ചുപോയി. ഉടനെ എന്റെ പിന്നിലിരുന്ന കുറച്ച് ചേച്ചിമാര് എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, മോളുടെ പേരെന്താണ്? ഞാൻ പറഞ്ഞു എൻ്റെ പേര് മുംതാസ് എന്നാണ്. മുസ്ലിം നാമധാരി എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ ചോദിക്കുന്ന ചോദ്യം, മോളിവിടെ വന്നിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇന്ന് സലാം സുരേഷ് സർ തരുന്നതിലൂടെ എനിക്ക് അവർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് എനിക്ക് കിട്ടുന്നത്. നന്ദി. എൻ്റെ ചോദ്യം, ഈ കഴിഞ്ഞ ഒരു വർഷമായി തൃശൂർ സ്വദേശി എന്ന നിലയില്, ഒരു വ്യക്തി എന്ന നിലയില് ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ: 1 ആരോഗ്യ രംഗം, 2 വിദ്യാഭ്യാസ രംഗം, 3 കുത്തനെ ഉയർന്ന പ്രോപ്പർട്ടി ടാക്സുകൾ പോലെയുള്ള വളരെയധികം അസഹിഷ്ണുത ഉളവാക്കുന്ന നിയമങ്ങൾ. ഇപ്പം ആരോഗ്യരംഗം നോക്കുകയാണെങ്കിൽ തൃശ്ശൂര് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി രീതിയിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ ഇല്ല എന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം. അതുപോലെ തന്നെ എൻ്റെ മകൾ ഇപ്പൊ കോയമ്പത്തൂരാണ് പഠിക്കുന്നത്. ഇവിടെ പഠിക്കാൻ ഞാൻ സമ്മതിക്കാത്തതിനുള്ള കാരണം കോളേജ് രാഷ്ട്രീയമാണ്.
മൂന്നാമത്തെ കാര്യം, ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടാക്സ് വർധനവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങയുടെ വീക്ഷണം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. വീക്ഷണം വളരെ ദിവ്യമാണ്, അതിലൊരു സംശയവും വേണ്ട കേട്ടോ. വളരെ ദിവ്യമായ വീക്ഷണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു സോഷ്യലിസ്റ്റിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് എനിക്കിതെല്ലാം കാണാൻ പറ്റും. പ്രധാനമായിട്ടും കേരളത്തിന് ഇങ്ങനെ ഇമ്പോസ് ചെയ്യേണ്ടി വരുന്ന ഒരു പശ്ചാത്തലമെന്ന് പറയുന്നത്, കേരള ഗവൺമെന്റ് ഹാസ് നെവർ ബീൻ എ മണി ജനറേറ്റിംഗ് ഗവൺമെന്റ്. ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ എ ബിൽ കളക്ടേഴ്സ് ഗവൺമെന്റ്. അല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഒരുപാടുണ്ടായിരുന്നു. FACT വളരെ ശക്തമായിരുന്നു, ടൈറ്റേനിയം വളരെ ശക്തമായിരുന്നു. അങ്ങനെ എണ്ണി പറഞ്ഞ് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന അഭിമാനകരമായ ഒരുപാട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും നമ്മുടെ പ്ലാറ്റ്ഫോമൊന്നും അത്ര മോശമൊന്നും ആയിരുന്നില്ല. എനിക്ക് ഇതിനൊറ്റ ഉത്തരമേ പറയാനുള്ളൂ. 2016 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ വന്നപ്പോ എന്നെ പ്രധാനമന്ത്രി വിളിച്ചിട്ടാണ് ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിന്റെ ക്യാബിനിൽ തന്നെയായിരുന്നു. എന്നെ കേരളത്തിൽ നിന്ന് വന്നവര് ചീഫ് സെക്രട്ടറി അടക്കം അറിയിക്കാത്തതുകൊണ്ട് എന്റെ വ്യസനം അറിയിക്കാൻ ഞാൻ പ്രൈം മിനിസ്റ്ററുടെ പക്ഷത്താണ് ഇരുന്നത്. അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു കസേരയിലാണ് ഇരുന്നത്. ഒരു സജഷന്, മുഖ്യമന്ത്രിയുടെ ഒരു സജഷന് പ്രധാനമന്ത്രി കൊടുത്ത ഒരു മറുപടിയുണ്ട്. ഇന്നൊരു പക്ഷേ FDA ഇവിടെ ഇരിക്കുന്നതിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ അല്ല, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ല, ചേംബർ ഓഫ് കോമേഴ്സ്. He should know. FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് കേരളത്തിന്റെ പ്ലാറ്ററിലുള്ളത്? 0 എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറ്റ് വാസ് എക്സാക്ട്ലി നോട്ട് 0, സംവെയർ അറൌണ്ട് 10 crores. അത്രയുള്ളൂ. ഇനി നിങ്ങൾ എവിടെ ഈ ഡേറ്റ കിട്ടുമോ അവിടെ പോയി ഒന്ന് പരിശോധിക്കണം. നമുക്ക് എത്ര 1000 കോടിയുടെയാണ് ഇന്ത്യയിലേക്ക് FDI വന്നിട്ടുള്ളത്. കോവിഡ് കാലം തുടങ്ങി, ഏതാണ്ട് ആ കോവിഡ് സീസണിൽ തന്നെയാണ് ഈ ബ്രേക്ക് ത്രൂ നടക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. മൈൻഡ് സെറ്റാണ്. ഇൻവെസ്റ്റേഴ്സിന് ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിനുള്ള മൈൻഡ് സെറ്റ്. ആൻഡ് വാട്ട് ഈസ് ഡിഫറെന്റ് ഇൻ കേരള? അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച മീറ്റിംഗിൽ കൊളച്ചൽ പദ്ധതി അവസാനിപ്പിക്കണം, അത് മുമ്പോട്ട് പോകാൻ അനുവദിക്കരുത്, അത് വിഴിഞ്ഞം പദ്ധതിയുടെ പൂർണ്ണ പ്രാപ്തിയെ കെടുത്തും എന്നാണ് മാന്യ ഇദ്ദേഹം അവിടെ വന്നിരുന്ന് പറഞ്ഞത്. ഇതിന് സാക്ഷി ശശി തരൂരാണ്. അദ്ദേഹത്തിന്റെ തന്നെ രാജ്യസഭാ MP-മാരായ നാരായണൻ ചേട്ടനും അതുപോലെ MP രാജേഷ്, രാഗേഷ് കണ്ണൂർക്കാരൻ രാജ്യസഭാ MP, ഇളമരം കരീമില്ല, ടോം ജോസ് അദ്ദേഹം, നളിനി നെറ്റോ, ഇവരെല്ലാം സാക്ഷികളാണ്. മോദിജി തിരിച്ചു പറഞ്ഞത്, കൊളച്ചൽ തമിഴ്നാട്ടിലല്ലേ, നിങ്ങളുടെ സംസ്ഥാനമല്ലല്ലോ, നിങ്ങൾ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ പറയും. തമിഴ്നാടിന്റെ ആവശ്യങ്ങളും ആവശ്യകതയില്ലാത്തതും ഒന്നും നിങ്ങളിവിടെ എഴുന്നള്ളിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ വിഴിഞ്ഞത്തിന്റെ കാര്യം നോക്കിയാൽ മതി. വേഗം അതിന്റെ പണി തീർക്കൂ. നിങ്ങൾ ആദ്യം തുടങ്ങൂ. നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യൂ ഇന്ത്യസ് നമ്പർ 1 പോർട്ട് അല്ലെങ്കിൽ വേൾഡ്സ് നമ്പർ 2 പോർട്ട് എന്ന് നിങ്ങൾ അനൗൺസ് ചെയ്യും. അങ്ങനെയാണ് വേണ്ടത്. ഉടനെ അദ്ദേഹം പറഞ്ഞത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ തുരുമ്പെടുക്കുന്ന അവസ്ഥയിലേക്കുള്ള കുതിച്ചുപാച്ചിലിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെയാണ് ഈ പറയുന്ന മൈൻഡ് സെറ്റിന്റെ ഇഷ്യൂ അദ്ദേഹം റേസ് ചെയ്തത്. पिनराई विजयन जी, वल्लरपाड़म में आप अपना ट्रेड यूनियनिज्म थोड़ा कम करो, ठीक हो जाएगा. This is the problem with Kerala.
ആന്തൂർ സാജനെ നമ്മൾ മറക്കരുത്. മുംതാസ് ഇപ്പൊ സിദ്ധാർത്ഥന്റെ പശ്ചാത്തലം പറഞ്ഞു, അഭിമന്യുവിന്റെ പശ്ചാത്തലം പറഞ്ഞു. DNA ഇല്ലാത്ത കൊച്ചിനെ കൊടുക്കും എന്ന് CPI വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു അംഗം, ഒരു വിദ്യാർത്ഥിനിയോട് ആരാണ് വിളിച്ചു പറഞ്ഞത്? അവരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടുന്നാണ് ഈ ചങ്കൂറ്റം വരുന്നത്? എന്ത് രാഷ്ട്രീയ അധമ ചിന്താഗതിയാണത്? എത്ര വയസ്സുണ്ടാവും അയാൾക്ക്? എന്ത് പൗരബോധമാണ് ഈ പറ്റങ്ങൾക്കുള്ളത്? അവരെയാണോ നമ്മൾ വെച്ച് പൊറപ്പിക്കേണ്ടത്? ഈ വളർന്നു വരുന്ന വിഷങ്ങളാണ് നാളത്തെ ഈ സംസ്ഥാനത്തിന്റെ ദുരന്തം. ഇന്നേ ദുരന്തമാണെങ്കിൽ പിന്നെ ദുരന്തത്തെ എന്ത് വിളിക്കണമെന്ന് ഇനി പുതിയ കോയിനേജ് ഉണ്ടാകണം. ലെക്സിക്കനിൽ അതിന് പുതിയ ഒരു വാക്ക് കണ്ടുപിടിക്കണം, അല്ലേ? അപ്പൊ കേരളത്തിന്റെ പ്രശ്നം അതാണ്. വിഴിഞ്ഞം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു ഗോൾഡ് മൈനായിട്ട് മാറും. അതുപോലെ തന്നെ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വരേണ്ടതായി എയിംസ് ഞാൻ ഒരിക്കലും ഓപ്റ്റ് ചെയ്തിട്ടില്ല. തൃശ്ശൂരിന്, ട്രിവാൻഡ്രത്തിനും ഓപ്റ്റ് ചെയ്തിട്ടില്ല, കാസർഗോഡിനും ഇല്ല, കണ്ണൂരിനും ഇല്ല. എയിംസ് വരേണ്ടത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ എന്ന് പറയുന്ന കമ്മ്യൂണിസം കൊണ്ട് മാത്രം നശിച്ച് നാറാണക്കല്ലിളകിപ്പോയ ഒരു പ്രദേശമാണ്. കേരളത്തിന്റെ ഏറ്റവും സമ്പന്ന പ്രദേശമായിരുന്നു. കിഴക്കിന്റെ വെന്നിസ് എന്നാണ് അറിയപ്പെടുക. ഏറ്റവും വലിയ ക്രയവിക്രയങ്ങൾ നടന്നിരുന്നത് കുരുമുളകായാലും കയർ ഉൽപ്പന്നങ്ങളായാലും തെങ്ങിന്റെ ഉൽപ്പന്നങ്ങളായാലും വളരെ സമ്പന്നമായ ഒരു പ്രദേശമായിരുന്നു. എന്താണെന്ന് വിമോചന സമര നേട്ടങ്ങൾക്ക് ശേഷമുള്ള ശേഷിപ്പ് എന്താണ്? അവരും ഇന്ത്യൻ പൗരന്മാരില്ലേ? അപ്പോ നമുക്ക് വികസനം കൊണ്ട് ശ്വാസം മുട്ടുന്ന പ്രദേശങ്ങളുണ്ട് കേരളത്തിൽ. ആ ശ്വാസം മുട്ടലിനൊരു വലിയ ഈസിങ്ങിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന വികസനം കാമിക്കുന്ന പ്രദേശങ്ങളുമുണ്ട്. ആലപ്പുഴ അങ്ങനെ ഒരു പ്രദേശമാണ്. ആലപ്പുഴ വളർന്നാലും കേരളം വളരും, മലയാളിയും വളരും. മലയാളി അങ്ങനെ വളരാനേ, സ്വാർത്ഥത മാറ്റിവെച്ച് അങ്ങനെ വളരാനേ ആഗ്രഹിക്കാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് ചിന്താഗതി ഉണ്ടെങ്കിൽ എന്നെ അത് ഇവിടെ വെച്ച് തന്നെ ബോധിപ്പിച്ചു തരണം. കേരളത്തിന് വേണ്ടി സംഭവിക്കണം, ഭാരതത്തിന് വേണ്ടി സംഭവിക്കണം എന്ന് പറയും. പക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണ പശ്ചാത്തലത്തിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ കേരളത്തിന് വേണ്ടി തന്നെ ചിന്തിക്കണം. അത് ആലപ്പുഴയും നന്നാവണം, കൊല്ലവും നന്നാവണം. എല്ലാ പ്രദേശങ്ങളും ആവാസ വ്യവസ്ഥിതിക്ക് ചോദ്യം ചെയ്യുന്ന ചിഹ്ന സ്ഥാപനങ്ങളൊന്നും ഉണ്ടാവരുത്. അത് രാഷ്ട്രീയ കക്ഷികളാണെങ്കിൽ പോലും ആ ചിഹ്ന സ്ഥാപനങ്ങൾ നമുക്ക് തകർക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അവർ നേരെയാവുമെന്ന് തീരുമാനമെടുക്കണം. അത് നമുക്ക് വെളിപ്പെടുത്തി തരികയും വേണം. അത് തന്നെയാണ് എന്റെ കേരളത്തിന് വേണ്ടിയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ. എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. നല്ലവർ മാത്രം ജീവിക്കണം, നല്ലവർ മാത്രം അവശേഷിക്കണം, നല്ലത് മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കണം, നല്ലത് മാത്രം. അത് തന്നെയാണ് എന്റെ മാസ്റ്റർ പ്ലാൻ.